പ്രണയം വല്ലാത്തൊരു ഹലാക്കാണ്. അത് മനുഷ്യനെ മോശമാക്കാനും നന്നാക്കാനും കേൾപ്പുള്ള എന്തോ ഒന്ന്. നസീഫ് കലയത്തിന്റെ ഖദീജ എന്ന പുസ്തകത്തിൽ പ്രണയത്തിന്റെ അതിവിശുദ്ധമായ ഭാഷ ഏറെ മനോഹരമായി അദ്ദേഹം പകർത്തിവെച്ചിട്ടുണ്ട്. അബൂബക്കർ എന്ന മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിച്ച രണ്ട് സ്ത്രീകളുടെ കഥ പറയുന്ന പുസ്തകമാണിത്. ആയിഷ എന്ന ആദ്യ പ്രണയത്തിന്റെ ഓർമ്മകളിലൂടെ ഖദീജ എന്ന നിത്യപ്രണയത്തിലേക്ക് എത്തുന്നു. നസീഫ് കലയത്ത് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, പകരം വെക്കാനാവാത്ത മനുഷ്യരുണ്ടാകും ജീവിതത്തിൽ. ആരുടെയെങ്കിലും ജീവിതത്തിൽ നമ്മളും പകരം വെക്കാനാവാത്ത മനുഷ്യരാവുക എന്നത് മാത്രമാണ് ആ മനുഷ്യനോട് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അവകാശവാദങ്ങളൊന്നുമില്ലാതെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയുക വഴി ഒരു മനുഷ്യനെ പരിഗണിക്കുക കൂടിയാണ് പ്രണയത്തിന്റെ അർത്ഥമെന്ന് ഖദീജ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അബൂബക്ക ഖദീജ മരിച്ചതിന് ശേഷമുള്ള അബൂബക്കയുടെ ഡയറിയിലെ അവസാന വരി ഇങ്ങനെയാണ്: ഖദീജ, ഞാൻ നിന്റെ മൈലാഞ്ചി ചെടിയിൽ നിന്നും കുറച്ച് മൈലാഞ്ചി എടുക്കുന്നുണ്ട് കേട്ടോ. കുൽസൂന് കയ്യിലിട്ട് കൊടുക്കാനാണ്. ഉമ്മാനെ കാണണമെന്ന് പൂതി പറയുമ്പോ എനിക്ക് ഓളോട് പറയാലോ, രണ്ട് കൈയും മൂക്കിനോടടുപ്പിച്ച് കണ്ണടച്ച് മണത്താൽ മതിയെന്ന്, അത് നിന്റെ ഉമ്മാന്റെ മണമാണെന്ന്. ചില മനുഷ്യർ നമ്മളിൽ നിന്ന് എന്നേക്കുമായി വിട്ടുപോയാലും അവരുടെ ഓർമ്മകളുടെ ഭാണ്ഡക്കെട്ടുകൾ ഇറക്കി വെക്കാൻ ആണ് പാട്. അത് വല്ലാത്തൊരു പാടാണെന്ന് നസീഫ് കലയത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. ഏറെ വിശുദ്ധിയോടെയും അനുരാഗത്തോടെയും സൂക്ഷിച്ച മൈലാഞ്ചി മണമുള്ള പ്രണയത്തിന്റെ കഥയാണ് ഖദീജ. ഏറ്റവും ഭംഗിയായി വായിച്ചിരിക്കാവുന്ന, വായനയിൽ നിന്ന് ഇറങ്ങിപ്പോരാനാവാത്ത അത്രയും ലഹരി പിടിപ്പിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് ഖദീജ എന്ന് മാത്രം പറഞ്ഞു വെക്കട്ടെ.